വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോട് ഇഷ്ടം തോന്നിയ വനംവകുപ്പ് ജീവനക്കാരി പകർത്തിയ ചിത്രങ്ങൾ ആരെയും അമ്പരപ്പിക്കും. പെരിയാർ ടൈഗർ റിസർവ് വള്ളക്കടവ് റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിസ്മി വിൽസൺ ആണ് ആ ഫോട്ടോഗ്രാഫർ. പെരിയാറിലെ ജൈവ വൈവിധ്യത്തിന്റെ നേർക്കാഴ്ചകളാണ് ബിസ്മിയുടെ ക്യാമറയിൽ പതിഞ്ഞത്. നല്ലൊരു മൊമെന്റ് സംഭവിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം അത് നമ്മൾ തിരിച്ചറിയണം. ക്ലിക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അത്രയേ ഉള്ളൂ കാര്യം. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ബിസ്മി വിൽസ് 2018 അഴുത റേഞ്ചിലെ മൂഴിക്കൽ സെക്ഷനിലെത്തിയ ശേഷം ആൻഡ്രോയിഡ് ഫോണിൽ പൂമ്പാറ്റകളെ കൗതുകത്തിന് പകർത്തി തുടങ്ങിയതാണ്. പിന്നങ്ങോട്ട് ക്യാമറ കണ്ണിൽ പതിഞ്ഞതെല്ലാം വന്യമൃഗങ്ങൾ. സംസ്ഥാന വനം വകുപ്പിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പാഷനായി കൊണ്ടു നടക്കുന്ന ഏക വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ബിസ്മി. ആ 2018 സമയത്ത് ഉണ്ടായിരുന്ന പഴയ ഫോണിൽ എനിക്ക് അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടെ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി അതിന് ഒരു ക്യാമറ വാങ്ങിക്കൂടെ, നമ്മുടെ ഡിജിറ്റൽ ക്യാമറയിൽ ബട്ടർഫ്ലൈസിനെ എടുക്കുന്നത് പോലെ ബേർഡ്സിനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കുറച്ച് ദൂരെ ആയിരിക്കും ബേർഡ്സിനെ കാണാൻ പറ്റുക. കണ്ടു കഴിഞ്ഞാൽ അത്രയും സൂമിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ക്യാമറയിൽ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്യാമറ വാങ്ങിയേക്കാം. ഡ്യൂട്ടിക്കിടയിൽ ക്യാമറ ഒപ്പം കരുതും. ഒഴിവു സമയങ്ങളിലും സഹപ്രവർത്തകർക്കൊപ്പം ചിത്രങ്ങൾക്കായി കാട് കയറും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൽ ഇനി ഓടിയത് മതി, ഇനി എന്തായാലും പിന്നെ DSLR വാങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ ക്യാമറാസ് അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിക്കോൺ Z50 ക്യാമറ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അത് പിന്നെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് January 1 എനിക്ക് ക്യാമറ കയ്യിൽ കിട്ടുന്നത്. കടുവാ സങ്കേതമാണ് പെരിയാറെങ്കിലും കടുവകൾ മാത്രം ഇതുവരെ ആ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. അതിനുള്ള കാത്തിരിപ്പിലാണ് ബിസ്മി. ഇടുക്കി. എന്തായാലും ഈ ഫോട്ടോഗ്രാഫർക്ക് നമ്മുടെ അഭിനന്ദനങ്ങൾ. ബിസ്മി വിൽസൺ ആണ് നമ്മുടെ ആകർഷിച്ച ഫോട്ടോഗ്രാഫർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.